ഇതുകൊണ്ട് എവിടുത്തെ കൈ മണ്ണ് എടുക്കുന്നത്? ആര് പറഞ്ഞിട്ട് എടുത്തേ? ഈ വാട്ടർ വെച്ചിടെ റോട്ടി കിടക്കുന്ന മണ്ണ് ഇങ്ങടുത്തെ ആരാണോ കിട്ടും? ഹലോ നമസ്കാരം. നമ്മൾ മനസ്സിലായില്ല, ഈ മണ്ണെടുക്കുന്ന ആരുടെ ഓർഡർ കൊടുത്തിട്ട് അടുത്ത വാട്ടർ ഒറ്റിയുടെ ചെയ്യണോ? എടുക്കുന്നത് ഇവിടെ നമ്മളെ കൊണ്ടിടുമ്പോഴും നമ്മൾ ഉത്തരവാദിത്തമല്ലേ ഇതിനകത്ത് മണ്ണെടുക്കുന്നത്? മണ്ണിടുന്നത് നമ്മളത് ചോദിച്ചിട്ടാണ് ഇട്ടത്. നമ്മൾ എടുക്കാൻ നേരത്ത് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടുക്കുന്നത് നമ്മളറിയാതെ എടുക്കരുത്. വാട്ടർ ഒറ്റിയാണ് ഇട്ടേക്കുന്നത്. വാട്ടർ ഒറ്റിയുടെ മണ്ണാണ്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. എൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മളുടെ. അവിടെയാണ് അവർ ഇടാൻ പോയിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഈ സർക്കാരിൻ്റെ തന്നെയാണോ? സർക്കാരിൻ്റെ പടക്കാണോ ഇത്? സർക്കാരിന് നമ്പറില്ല ഇതിന്. ഈ KCBക്ക് അവിടെ മണ്ണെടുക്കണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ മണ്ണ് നിർത്തി എന്തായാലും എടുത്ത മണ്ണ് നമ്മൾ തട്ടാൻ പറഞ്ഞില്ല. വാട്ടർ ഒറ്റിയുടെ കാര്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് നമ്മളെ ഇവിടുന്ന് മണ്ണെടുക്കാൻ പറ്റത്തില്ല. വാട്ടർ ഒറ്റിയുടെ ഉറപ്പില്ല. അപ്പോൾ ആരാണെന്ന് ഒരു രേഖയില്ലാതെ ഒന്നും മണ്ണെടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതാണ് ഇല്ല. ഇവരെ രേഖകളൊന്നും ഇല്ല. ആ രേഖകളൊന്നും ഇല്ലാതെ വരുമ്പോൾ മണ്ണ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ സമ്മതിച്ചില്ല, തടസ്സം ചെയ്തു. മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ പേപ്പറില്ലാതെ മണ്ണെടുക്കാൻ പറ്റത്തില്ല. ഇവിടെ മണ്ണ് കടത്തുന്നതാണ് നമുക്ക് സംശയിക്കുന്നത്. KM മീഡിയയുടെ ഇടപെടൽ കാരണം തന്നെയാണ് ഈ മണ്ണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. അല്ലെങ്കിൽ കള്ളന്മാർ ഈ മണ്ണ് നീക്കം ചെയ്യും. കള്ളന്മാരെ ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയ എല്ലാ മുക്കിലും കേരളത്തിൻ്റെ തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടായതിൻ്റെ പേരിൽ കള്ളന്മാരുടെ ഒരു തരികടകളും നടക്കുന്നില്ല. അപ്പോൾ ഇതേപോലൊക്കെ തന്നെ പല കള്ളത്തരവും കേരളത്തിൽ പല തരികടകളും നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കളക്ടറുടെ വസതിയെടുത്തു നിന്നും ക്യാമറ മീനാക്ഷിയോടൊപ്പം KM മീഡിയയ്ക്ക് വേണ്ടി കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്രൻ.